യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങും. 35 ലക്ഷം രൂപ യമൻ സർക്കാരിൽ അടച്ച ശേഷം ചർച്ചയ്ക്ക് അനുമതി നേടാം. പണം സമാഹരിക്കാൻ ആക്ഷൻ കൗൺസിൽ നടപടി തുടങ്ങി. ഇന്ത്യൻ എംബസി നിയോഗിച്ച യമനിലെ അഭിഭാഷകന്റെ നേതൃത്വത്തിലാകും ചർച്ചകൾ. വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ഏപ്രിൽ മാസം 20 നിമിഷപ്രിയയുടെ അമ്മയും ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും യമനിലെത്തിയത്. കഴിഞ്ഞ 20 ദിവസത്തിലധികമായി നിരവധിയായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനൊടുവിലാണ് ഈ മോചന ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമഘട്ട ശ്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിന് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം. പക്ഷെ അതിന് തൊട്ടു മുൻപുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിന് പ്രാരംഭ ചർച്ചകൾ ആരംഭിക്കേണ്ടതുണ്ട്. ഈ പ്രാരംഭ ചർച്ചകൾക്കായി യമൻ സർക്കാരിൽ 35 ലക്ഷം രൂപയാണ് നിമിഷപ്രിയയുടെ അമ്മ അടയ്ക്കേണ്ടത്. ഇത് പ്രാരംഭ ചർച്ചയ്ക്ക്, അതായത് ദയാധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ചർച്ച യമൻ ഭരണകൂടത്തിൽ 35 ലക്ഷം രൂപ അടയ്ക്കേണ്ടത്. ഇതിന് പണം അടച്ച് അനുമതി നൽകുമ്പോഴാണ് ദയാധനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താനുള്ള അനുമതി ലഭിക്കുക. അങ്ങനെ അതിനുശേഷമായിരിക്കും അവരുമായുള്ള ചർച്ച അടക്കം മുന്നോട്ട് പോവുകയും ചെയ്ത് ഈ 35 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ഇന്നലെ രാത്രിയോടെ ചേർന്ന നിമിഷപ്രിയ സേവ് ഇന്റർനാഷണൽ ആക്ഷൻ ഫോറത്തിന്റെ തീരുമാനം. ഇത് പക്ഷേ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിക്കാൻ തൽക്കാലം ലക്ഷ്യമില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആഗ്രഹിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അവരിൽ നിന്നും അത്തരം ആളുകളെ കണ്ടെത്തുകയും അവരിൽ നിന്നും തൽക്കാലം പണം ശേഖരിക്കുക എന്നതും കൂടിയാണ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ഈ പണം ഇന്ത്യൻ എംബസി നിയോഗിച്ച യമനിലെ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ വഴിയാണ് യമൻ സർക്കാരിലേക്ക് അടയ്ക്കുകയും തുടർന്ന് പ്രാരംഭ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത്തരം നടപടിക്രമങ്ങൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കരുതുകയും ചെയ്തത്. ഇത് കഴിഞ്ഞാൽ ഉടൻ പ്രാരംഭ ചർച്ചകളുമായി മുന്നോട്ട് പോകാനാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമിന്റെ ഒപ്പമാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ കഴിയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടിയാണ് നിലവിൽ ഇവർ അവിടെ കഴിയുകയും ചെയ്യുന്നത്. അത് തന്നെ 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ശരി, യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങും. 35 ലക്ഷം രൂപ യമൻ സർക്കാരിൽ അടച്ച ശേഷം ചർച്ചയ്ക്ക് അനുമതി തേടാം. ഈ പണം സമാഹരിക്കാനുള്ള തീരുമാനത്തിലാണ് ആക്ഷൻ കൗൺസിൽ നടപടികൾ തുടങ്ങിയെന്നാണ് ഇപ്പോൾ ശ്യാം ദേവരാജ് നൽകുന്ന വിവരം.